നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നടൻ ബാലയുടെ മുൻഭാര്യയും ഗായികയുമായ അമൃത സുരേഷും തമ്മിലുള്ള വിവാദത്തിൽ പുതിയ വഴിത്തിരിവ്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ബാലയുടെ വാക്കുകൾ വിവാദമായിരുന്നു. പിന്നാലെ മകൾ അവന്തികയും ബാലയ്ക്കെതിരെ രംഗത്തെത്തി. തുടർന്ന് ബാല പങ്കുവച്ച വീഡിയോയും വാർത്തയായി. ഇപ്പോഴിതാ ഈ വിവാദം കത്തിപ്പടരുന്നതിനിടെയാണ് ബാലയുടെയും അമൃതയുടെയും ഡ്രൈവറായിരുന്ന ഇർഷാദ് വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. 14 വർഷത്തെ നിശബ്ദത അവസാനിപ്പിച്ചതിന് നന്ദി അനിയ എന്ന അടിക്കുറിപ്പോടെയാണ് അമൃത ഇർഷാദിന്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ പങ്കുവച്ചത്. അമൃതയെ അന്ന് ബാല ഉപദ്രവിക്കാറുണ്ടെന്നാണ് ഇർഷാദ് വീഡിയോയിൽ പറയുന്നത്. അമൃത ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇർഷാദിന്റെ വെളിപ്പെടുത്തൽ. ബാലയുടെയും അമൃതയുടെയും വിവാഹം കഴിഞ്ഞതു മുതൽ അവർ പിരിയും വരെ അവരുടെ ഡ്രൈവറായി ഞാൻ പ്രവർത്തിച്ചിരുന്നു. പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. പിരിഞ്ഞ ശേഷം താൻ ചേച്ചിക്കൊപ്പമാണ് പോയത്. അമൃത ചേച്ചിയെ ബാല പലപ്പോഴും മർദ്ദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അന്ന് 18 വയസ്സുള്ള എന്നെ ബാല മർദ്ദിച്ചിട്ടുണ്ട്. മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്നിട്ടുണ്ട്. അന്ന് ചെറുതായിരുന്നു. തിരിച്ച് പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഇന്നലെ പാപ്പുവിൻ്റെ വീഡിയോ കണ്ടു. അതിൻ്റെ അടിയിൽ പാപ്പുവിനെ കൊണ്ട് പറഞ്ഞു ചെയ്യിച്ചതാണെന്ന കമൻറ്റ് പലയിടത്തും കണ്ടു. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാനാണെങ്കിൽ പണ്ടേ ചെയ്യിപ്പിക്കാമായിരുന്നു. 14 കൊല്ലമായി ഇതിനെല്ലാം സാക്ഷിയായ എന്നോട് ഇതൊക്കെ തുറന്നു പറഞ്ഞൂടെയെന്ന് ചേച്ചിയോ കുടുംബമോ എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഇത്രയും നാൾ എവിടെയായിരുന്നുവെന്ന്. ഇത്രയും നാൾ മിണ്ടാതിരുന്നതാണ്. ഇപ്പോൾ പാപ്പുവിൻ്റെയും ചേച്ചിയുടെയും വീഡിയോ കണ്ട് വിഷമമായതിനാലാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഇടുന്നത് പോലും അവർക്കറിയില്ല. അവർ വീഡിയോയിൽ പറഞ്ഞതെല്ലാം സത്യമാണ്. അവർ 3 സ്ത്രീകളാണ്. കുട്ടിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ്. അവരെ ദ്രോഹിക്കരുത്. ബാലയുടെ കൂടെയുള്ളവർ വലിയ ദ്രോഹമാണ് അവരോട് ചെയ്യുന്നത്. ഇത് തുടർന്നാൽ വീണ്ടും വീഡിയോകൾ ചെയ്യേണ്ടി വരും.